രാമേശ്വര യാത്രയുടെ 2ാം ദിനത്തിൽ രാമേശ്വരത്തിലെയും ധനുഷ്കോടിയിലുമുള്ള കാഴ്ചകൾ കണ്ട് രാമേശ്വരത്തു നിന്ന് പാമ്പൻ പാലം വഴി രാത്രി 7:20 മധുരയിലെത്തിയ ഞാൻ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഹോട്ടലായ ഹോട്ടൽ സുപ്രീമിൽ താമസിച്ചു. ഒരു രാത്രി താമസിക്കുന്നതിനായി അഗോഡ ആപ്പ് വഴി 985 രൂപ നൽകിയാണ് ഞാൻ ഈ നോൺ AC റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാമേശ്വര യാത്രയുടെ 3ാം ദിനമായ ഇന്ന് ഞാൻ താമസിച്ച ഹോട്ടലിന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം റൂം ചെക്കൗട്ട് ചെയ്ത് മധുരയിലെ കാഴ്ചകൾ കാണുന്നതിനായി ഇറങ്ങി. ആ കാണുന്നതാണ് TELC ഹോളി റിഡീമേഴ്സ് ചർച്ച്. അതിനു വലതുവശത്തായിട്ടാണ് പെരിയാർ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. ഈ കാണുന്നതാണ് പുരാതന മധുര കോട്ടയുടെ പടിഞ്ഞാറ് വശത്തെ പ്രവേശന കവാടം. 4 ചുവരുകൾക്കുള്ളിലെ നഗരം എന്നാണ് പുരാതന മധുരയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. മധുരയിലെ തിരുമല നായക്കർ മഹൽ അഥവാ പാലസിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. അവിടേക്ക് മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. ആദ്യം അവിടേക്ക് കാഴ്ചകൾ കണ്ടു നടക്കാമെന്ന് വിചാരിച്ചെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ച് അവിടേക്ക് യാത്രയായി. ഇതാണ് തിരുമല നായ്ക്കർ മഹൽ. 1623 മുതൽ 1659 വരെ മധുര ഭരിച്ചിരുന്ന മധുര നായിക് രാജവംശത്തിലെ രാജാവായിരുന്ന തിരുമല നായ്ക്കർ 1636 പൂർത്തിയാക്കിയ കൊട്ടാരമാണിത്. കൊട്ടാരം കാണുന്നതിന് മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് പ്രവേശന തുക. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. മധുരയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത്. 1545 മുതൽ 1740 വരെ മധുര ഭരിച്ചിരുന്ന രാജവംശമാണ് നായിക് രാജവംശം. ഈ രാജവംശത്തിലെ മഹാനായ രാജാവായിരുന്നു തിരുമല നായ്ക്കർ. 1636 പണിയെടുപ്പിച്ച ഈ രാജകൊട്ടാരത്തിന്റെ പ്രവേശന കവാടം, പ്രധാന ഹാൾ, നൃത്ത ഹാൾ എന്നിവ ഉൾപ്പെടുന്ന 4 ഒരു ഭാഗം മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ആറ് മീറ്റർ വരെ വീതിയും 25 മീറ്റർ വരെ ഉയരമുള്ള 100-ലധികം തൂണുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കൊട്ടാരത്തിന്റെ യഥാർത്ഥ വിസ്തീർണം 51,500 ചതുരശ്ര മീറ്റർ ആയിരുന്നു. ഈ കൊട്ടാരത്തെ സ്വർഗവിലാസം, രംഗവിലാസം എന്നീ 2 പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരുന്നു. സ്വർഗവിലാസം അഥവാ സെലസ്റ്റിയൽ പവനിലെ 21 മീറ്റർ ഉയരമുള്ള ഒരു താഴികക്കുടത്താൽ മൂടപ്പെട്ട അഷ്ടഭുജാകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കമാനത്തിലെ സിംഹാസനത്തിലിരുന്നാണ് രാജാവ് രംഗവിലാസം എന്നറിയപ്പെട്ടിരുന്ന മുൻവശത്തെ നടുമുറ്റത്ത് വെച്ച് നടത്തിയിരുന്ന സംഗീത നൃത്ത പരിപാടികളും മറ്റും കണ്ടാസ്വദിച്ചിരുന്നത്. തിരുമല നായക്കരുടെ ഭരണകാലത്ത് പോർച്ചുഗീസ്, ഡച്ച്, മറ്റ് യൂറോപ്യൻ വ്യാപാരികൾ, മിഷണറിമാർ, സഞ്ചാരികൾ എന്നിവർ മധുരയിൽ ധാരാളം വന്നിരുന്നതുകൊണ്ടാകാം കൊട്ടാരം രൂപകൽപ്പന ചെയ്യാൻ രാജാവ് ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയെ നിയമിച്ചുവെന്നും അതിനാൽ ഇതൊരു ദ്രാവിഡ ഇറ്റാലിയൻ വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ ഇതൊരു ഇൻഡോ സാഴ്സനിക് അഥവാ ഇൻഡോ ഗോത്തിക് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ചിലരും, അതല്ല ഇതൊരു ഇൻഡോ ഇസ്ലാമിക് പേർഷ്യൻ സ്വാധീനം ഉണ്ടായിരുന്ന വിജയനഗര ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചില കലാചരിത്രകാരന്മാരും വാദിക്കുന്നു. എന്തുതന്നെയായാലും ഈ കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യ തികച്ചും മനോഹരമാണ്.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് കമ്പനി പട്ടാളത്തിന് ഉപയോഗിക്കാനുള്ള ധാന്യങ്ങളും വെടിമരുന്നുകളും മറ്റും സൂക്ഷിക്കുന്ന സംഭരണശാലയായും പിന്നീട് ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഒരു സൈനിക താവളമായും തുണികളും കടലാസും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായും അവർ ഈ കൊട്ടാരത്തെ ഉപയോഗിക്കുകയും കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്ന പല കെട്ടിടങ്ങളും പിന്നീട് പൊളിച്ചു നീക്കിയതിനോടൊപ്പം കൊട്ടാരത്തിന്റെ പ്രൗഢി പൂർണ്ണമായും നശിച്ചു. എന്നിരുന്നാലും 1866 മുതൽ 1872 വരെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് നേപ്പിയർ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളോടെ കൊട്ടാരം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമിഴ്നാട് സർക്കാർ നടത്തിയ നിരവധി നവീകരണ പ്രവർത്തനങ്ങളോടെ കൊട്ടാരം ഇന്നത്തെ അവസ്ഥയിലെത്തി. കൂടാതെ 1970 വരെ ഈ കൊട്ടാരം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മധുര ജില്ലയുടെ കച്ചേരി അഥവാ ജില്ലാ കോടതിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. സഞ്ചാരികൾക്ക് പുറമെ സിനിമാക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ കൊട്ടാരം. ബോംബെ, ഗുരു തുടങ്ങിയ ഒട്ടനവധി ഹിന്ദി, തമിഴ് ചിത്രങ്ങളിലെ ഗാനരംഗങ്ങൾ ഈ കൊട്ടാരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 6:45 മുതൽ 7:35 വരെ ഇംഗ്ലീഷിലും 8 മുതൽ 8:50 വരെ തമിഴിലുമായി ചിലപ്പതികാരത്തിന്റെ കഥ ചിത്രീകരിക്കുന്ന ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോയും ഇവിടെയുണ്ട്. കൊട്ടാരത്തിനടുത്തുള്ള ഒരു പള്ളിയാണിത്. പള്ളിയുടെ ഘടനയും അതിന്റെ പെയിന്റിംഗ് രീതിയിലും കൗതുകം തോന്നിയപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. സെന്റ് മേരീസ് കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ഈ പള്ളി 1841 ഗോത്തിക് നിയോ റൊമനസ്ക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രശസ്തമായ പള്ളികളിൽ ഒന്നാണ്. പള്ളിക്കടുത്തായി പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂളുമുണ്ട്. അങ്ങനെ കൊട്ടാരവും പള്ളിയും കണ്ട് ഞാൻ തിരികെ ടൗണിലേക്ക് നടന്നു. ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഞാൻ മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിനടുത്തെത്തി. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാട ഗോപുരങ്ങളിലെല്ലാം അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് ഫോൺ, ക്യാമറ എന്നിവ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാലും പലതവണ ഞാൻ ഈ ക്ഷേത്രം കണ്ടിട്ടുള്ളതിനാലും ഇത്തവണ ഞാൻ ക്ഷേത്രം സന്ദർശിച്ചില്ല. അങ്ങനെ ക്ഷേത്രത്തിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ആ കാണുന്നതാണ് തെപ്പക്കുളവും അതിലെ മണ്ഡപവും. ജലത്തിന്റെ ലഭ്യതക്കുറവ് മൂലം 1960 മുതൽ നിർത്തിവച്ചിരുന്ന ഫ്ലോട്ട് ഫെസ്റ്റിവൽ നടത്തുന്നതിനായി കുളം നവീകരിക്കുന്നതിന്റെ ഭാഗമായി കുളത്തിന് ചുറ്റുമായി കയ്യേറി നിർമ്മിച്ചിരുന്ന 100-ലധികം കടകൾ പൊളിച്ചുമാറ്റി അവിടം വൃത്തിയാക്കുന്ന തിരക്കിലാണ് നഗരസഭ ജീവനക്കാർ. അങ്ങനെ വീണ്ടും 1 കിലോമീറ്റർ പിന്നിട്ട് ഞാൻ മധുരൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. പുതിയ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പണികൾ കഴിഞ്ഞിട്ടില്ല. ഇതാണ് മധുരയിൽ നിന്ന് പുറപ്പെട്ട് ചെന്നൈ വരെ പോകുന്ന തേജസ് എക്സ്പ്രസ് ട്രെയിൻ. വന്ദേ ഭാരത്, ഗതിമാൻ എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ ഇന്ത്യയിൽ ഓടുന്ന സെമി ഹൈസ്പീഡ് ട്രെയിനുകളിൽ ഒന്നാണിത്. 3:45 മധുരയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 10:35 തൃശ്ശൂരിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 16344 അമൃത എക്സ്പ്രസിലാണ് ഞാൻ തിരികെ നാട്ടിലേക്ക് പോകുന്നത്. IRCTC വെബ്സൈറ്റ് വഴി എല്ലാ ചാർജും ഉൾപ്പെടെ 620 രൂപ നൽകി AC 3 ടയർ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെട്ടു.
അങ്ങനെ 17 മിനിറ്റ് വൈകി രാത്രി 10:52 ട്രെയിൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനോടൊപ്പം 3 ദിവസം നീണ്ടുനിന്ന എൻ്റെ ഈ കൊച്ചു രാമേശ്വരം യാത്രയും ഈ വീഡിയോയും ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.